ഹലോ, വെൽക്കം ബാക്ക് ടു ലാലൂസ് കിച്ചൺ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തപ്പെട്ടിട്ട് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ സൗണ്ട് കുറച്ച് കുറവായിരിക്കും, കാരണം നല്ല തൊണ്ടവേദനയും പനിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇടാതെ പറ്റില്ലല്ലോ, അത് കാരണം വോയിസ് ഓവർ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര്, കട്ട തൈര് ചേർത്ത് കൊടുക്കുക. ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ 1.25 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഭയങ്കര എരിവൊന്നും വേണ്ടാത്തത് കൊണ്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ സോൾട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ എത്ര ചിക്കനാണ് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള സോൾട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുരുമുളകും പച്ചമുളകും ഒക്കെ ചേർക്കുന്നത് കൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത്. കുറച്ച് കളറും കിട്ടും, ചിക്കന് നല്ലൊരു ലുക്ക് ഉണ്ടാവും ഫ്രൈ ചെയ്ത് വരുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, കറിവേപ്പില, പിന്നെ നമുക്കൊരു നാരങ്ങ മുഴുവനായിട്ട് ഇതിലോട്ട് പിഴിഞ്ഞു കൊടുക്കാം. അതും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ട പൊടികളാണ്. കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൈദ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതെടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, നല്ല നാടൻ വെളിച്ചെണ്ണ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അധികമൊന്നും വേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ മിക്സ് ചെയ്ത ഈ ഒരു ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ തിളച്ച് വരുന്നുണ്ട്, നമുക്കതിലോട്ട് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ അതിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് തീ ഒരു ഭയങ്കര കുറവിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇത് ചിക്കൻ വറുത്തെടുക്കണം കേട്ടോ. ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് അധികം വേവൊന്നുമില്ലല്ലോ, അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു പുറം മുരിഞ്ഞ് വന്നിട്ടുണ്ട്, മറിച്ചിട്ടിട്ടുണ്ട്. ഇനി അടുത്ത പുറം കൂടി മുരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ ഫ്രൈ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് അടുത്ത പുറം കൂടി മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാം. നല്ല ടേസ്റ്റിയാണ്, കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല രസമാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയോ ബിരിയാണിയുടെ കൂടെയോ അല്ലെങ്കിൽ പത്തിരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പറായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളുടെ ചിക്കൻ ഫ്രൈ അടിപൊളി ടേസ്റ്റാണ്. കമൻസൊക്കെ അറിയിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.